ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു പുത്തൻ സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വെറൈറ്റി ആയിട്ട് അമ്മായി അമ്മ ബോണ്ട എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട്, അതായത് പഴവും ബ്രെഡും ഒക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അമ്മായി അമ്മ ബോണ്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത നോക്കിയിട്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴം തന്നെ നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ട അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് എടുക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറൊക്കെയുള്ള നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടുതലുണ്ടാകും കേട്ടോ. നെയ്യ് അത്യാവശ്യം ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പും ബദാമും ഉള്ളതുകൊണ്ട് അതാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനൊരു കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ. എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ റോസ്റ്റായി വരട്ടെ. അപ്പോൾ കാഷ്യൊക്കെ അത്യാവശ്യം കളറ് മാറി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് വീർത്ത് വന്ന് നന്നായിട്ട് റോസ്റ്റായി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. ഇത്രയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം ചേർത്താൽ മതി. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങയും ഈ പഴവും ഒക്കെ ഈ നെയ്യ് കിടന്നിട്ട് ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. എങ്കിലേ നമുക്ക് ഈ ഒരു ബോണ്ട കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതാ പഴമൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂട്ടുകണ്ടിക്കിൽ കുറച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായി ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ. അപ്പോൾ പഴമൊക്കെ കുറച്ചും കൂടി നല്ല അലിഞ്ഞ രീതിയിലായിട്ട് സോഫ്റ്റായിട്ട് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടെ ഇളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ചതിന് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽട്ടായി അതൊക്കെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോണ്ട ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി അധികമായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി ഫില്ലിങ്ങിലൊക്കെ മധുരം ഉള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് കുറവായിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഒരു 1-2 നുള്ളു മാത്രം, നമുക്ക് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കുമല്ലോ, ആ ഒരു സെയിം കൺസിസ്റ്റൻസിയിൽ മാവ് തയ്യാറാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ പച്ചവെള്ളം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിങ്ങും ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ആദ്യം ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് നല്ലപോലെ കൈ വെച്ച് ഇതുപോലെ പിഴിഞ്ഞിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. നല്ലപോലെ വെള്ളം ഇതുപോലെ പിഴിഞ്ഞെടുക്കണേ. എന്നിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിങ് കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ്ങിൽ കുറച്ചായിട്ട് വെച്ച് കൊടുക്കുക.
ഞാനിപ്പോൾ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ ബ്രെഡ് സ്ലൈസ് അത്യാവശ്യം വലിപ്പമുണ്ട് അതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊരു ബോൾ, നമ്മുടെ ബോണ്ടയുടെ ഷേപ്പ്, അതാണ് ബോണ്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബോളിൻ്റെ നല്ലൊരു ഷേപ്പായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. കണ്ട, പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെതിപ്പം പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ബ്രെഡാണ്. അഥവാ പൊട്ടിപ്പോവുകയാണെങ്കിൽ പ്രശ്നമാക്കേണ്ട, കാരണം നമ്മളിത് ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുക്കുക. ഇതായിപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 7 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള 7 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബോണ്ട ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല കേട്ടോ. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ ആ ഒരു ടെക്സ്ചറിലൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, ഒട്ടും നിർബന്ധമില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യാനാവുമ്പോൾ മാത്രം, തൊട്ട് മുന്നേ ആയിട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുട്ടി വെച്ചിട്ടുള്ള ബോണ്ട ഇതുപോലെ നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാനിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഒരുപാട് വേവാനൊന്നുമില്ല, മുകൾ ഭാഗത്തുള്ള ആ ഒരു കോട്ടിങ് മാത്രമേ വേവാനുള്ളൂ മൈദയുടെ. ബാക്കി ഉള്ളൊക്കെ ഓൾറെഡി റെഡി ആയതാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ബ്രെഡല്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ലപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, പുറംഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി കളർ മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുഴുവൻ ബോണ്ടയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്